പത്മ ഒരു സിനിമാ കഥയാണ്. അതായത് എഴുതി സംവിധാനം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച ഒരു സിനിമയുടെ കഥ. അതിൻ്റെ തിരക്കഥയാണ് ഈ കയ്യിലിരിക്കുന്നത്. 2013 കാര്യമാണ്. ഏതാണ്ട് ഒരു വ്യാഴവട്ടമായി 12 വർഷം. ആ കഥയിലേക്ക് പോവാം. അപ്പം ഇതാണ് ആ തിരക്കഥ. 2013 സിനിമ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട തിരക്കഥ. അതിനു മുൻപും സിനിമയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ എപ്പോഴും കൂടുതൽ എൻ്റെ മനസ്സിൽ സിനിമറ്റോഗ്രാഫി അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി, പിന്നെ എഴുത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. പക്ഷെ പൂർണ്ണമായിട്ടൊരു സംവിധാനം എന്ന് പറഞ്ഞ് ഇറങ്ങണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയതും ആഗ്രഹം വന്നതും ഒക്കെ ഈ എഴുത്ത് കഴിഞ്ഞപ്പോഴാണ്. അങ്ങനെ കുറേയധികം ആൾക്കാരോട് കഥ പറയാൻ തുടങ്ങി, സുഹൃത്തുക്കളോട്, അറിയാവുന്നവരോടൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു പ്രൊഡ്യൂസറെ കിട്ടി. ഒടുവിൽ ആ പ്രൊഡ്യൂസർ സമ്മതിച്ചു. ഒരേ ഒരു ഡിമാൻഡ്, മകനെ അഭിനയിപ്പിക്കണം. ഇത് വളരെ റിലക്റ്റൻ്റ് ആയിരുന്നു ഞാൻ, എങ്കിലും അവസാനം കൈകൊടുത്തു. അങ്ങനെ ഫസ്റ്റ് ഡിസ്കഷൻ, സെക്കൻഡ് ഡിസ്കഷൻ, മീറ്റിംഗ് ഒക്കെ വെച്ചു. അവരൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങാം എന്നുള്ള ധാരണയിലേക്ക് എത്തി. അങ്ങനെ കൊള്ളാമല്ലോ. അങ്ങനെ സംസാരമൊക്കെയായി. പൂജയുടെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്തു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. 10ാമത്തെ ദിവസമായപ്പോൾ അവർ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവരിട്ടില്ല. വീടൊക്കെ വെക്കേറ്റ് ചെയ്തു. ഫോണില്ല, ഒന്നുമില്ല. അവർ ദുബായിലായിരുന്നു. അവർ തിരിച്ചങ്ങ് പോയി, പറന്നു പോയി. ഇന്ന് വരെ കണ്ടിട്ടില്ല. അങ്ങനെ വീണ്ടും തിരക്കഥയുമായി ഞാൻ നടക്കാൻ തുടങ്ങി. പിന്നെ ഒരു 6-7 മാസം കഴിഞ്ഞ് ഇതേപോലെ ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തി. എഗെയിൻ ദുബായ്. ഇത്തവണയും മകൻ അഭിനയിക്കണം, അത് തന്നെയായിരുന്നു. പക്ഷെ ഇത്തവണ ഞാൻ സമ്മതിച്ചു ആദ്യം തന്നെ. പക്ഷെ സേഫ് സൈഡായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ വീണ ഊച്ചയാണത്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ. ഇന്നെയൊക്കെ സമ്മതിച്ചു. അപ്പോൾ അതുപോലെ ആവരുത്. പക്ഷെ അവർ കുറച്ചുകൂടെ പോസിറ്റീവായിരുന്നു. ഒരു പ്രൊഡക്ഷൻ കമ്പനി ത്രൂ ആക്കാം, ഈവൻ അഡ്വാൻസ് ഒക്കെ തരാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അതൊന്നും പോകണ്ട, ആദ്യം കഥ ഒന്നും ഞാൻ പ്രോപ്പർ ആക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിൻ്റെ എഴുത്തിനായിട്ട് ഞാൻ പോയൊരു യാത്രയാണ് ശരിക്കും പറഞ്ഞത്. യൂഷ്വലി ഫസ്റ്റ് സ്ക്രിപ്റ്റൊക്കെ എഴുതുമ്പോൾ നല്ല രീതിയിൽ എഴുതാനുള്ള അത് മടിയുള്ള കാര്യമാണ്. പിന്നൊന്നും അറിയില്ലല്ലോ. തിരക്കഥ പുസ്തകങ്ങളൊക്കെ വായിച്ചാലും നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അതൊന്നും ഒറ്റയ്ക്കുള്ള പ്രോസസ്സല്ലേ. സോ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ കഥ എവിടെയാണോ പറയാൻ പോകുന്നത് ആ സ്ഥലത്തേക്ക് പോയി അവിടുത്തെ ഫോട്ടോസ് എടുക്കണം. ഇമേജസ്, ഷോട്ട് വെച്ചിട്ട്, ഓരോ ഷോട്ട് വെച്ചിട്ട് ഒരു സീൻ ഇങ്ങനെ ഇത്ര ഷോട്ട്, ഇന്ന സ്ഥലം. അങ്ങനെ ഈ തിരക്കഥ എവിടെയൊക്കെയാണോ നടക്കുന്നത് മനസ്സിലുണ്ടായിരുന്ന ആ സ്ഥലം വെച്ചിട്ട് പോയി ഓരോ ഫോട്ടോസ് എടുത്തു. അതാണ് ഈ തിരക്കഥയായി മാറിയത്. ശരിക്കും ഒരു പ്രോപ്പർ തിരക്കഥയാണോ ചോദിച്ചാൽ അല്ല. പക്ഷെ കൈൻഡ് ഓഫ് എ വിഷ്വൽ പ്രസന്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നോർമലി എഴുതുന്നൊരു സ്റ്റൈലോ പ്രസന്റ് ചെയ്യുന്ന സ്റ്റൈലിലോ അല്ല. കണ്ടോ, ഇങ്ങനെയാണ്. അതായത് കഥ ശരിക്കും തുടങ്ങുന്നത് നാഗർകോവിൽ ബസ് സ്റ്റാൻഡാണ്. പക്ഷെ ഇതിൽ നാഗർകോവിൽ എന്നൊന്നും പറയുന്നില്ല. ഒരു ഇമാജിനേഷൻ, ഒരു നെയിമാണ് പേരിട്ടിരിക്കുന്നത്. ഇളന്തൂർ എന്ന് പറഞ്ഞു. അതിൽ ഇൻബ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ കയറുന്നതാണ് കഥ തുടങ്ങുന്നത്. ഒരു ബസ് യാത്ര നാഗർകോവിൽ മുതൽ ആക്ച്വലി അംബാസമുദ്രം വഴി. ശരിക്കും നോക്കുകയാണെങ്കിൽ വളരെ അടുത്താണ്. പക്ഷേ ഈ ബസ് യാത്ര നാഗർകോവിലിൽ നിന്ന് തെന്മല വഴിയാണ് പോകുന്നത്. തെന്മല വഴി, ചെക്ക് പോസ്റ്റ് വഴി, ആര്യങ്കാവ്, അങ്ങനെ കറങ്ങി പിന്നൊക്കെ കഴിഞ്ഞ് അംബാസമുദ്രം. ഇതിനിടയ്ക്കാണ് കഥ. അത് നൈറ്റുണ്ട്, ഡേ ഉണ്ട്, കുറേയധികം ആൾക്കാർ വന്നു പോകും ബസ്സിൽ. പിന്നെ അന്ന് ഞാൻ സിങ് സൗണ്ട് ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നു. അതിൻ്റെ റിസ്ക് എന്തായിരുന്നു അന്ന് പോലും എനിക്കറിയില്ല. ഇപ്പോഴും ആലോചിക്കുമ്പോഴത്തേക്കും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ ഭയങ്കര കിനാവല്ലേ, അങ്ങ് കണ്ടു. അങ്ങനെ ഈ തിരക്കഥ എഴുതാനും ഈ പടങ്ങൾ എടുക്കാനുമായിട്ട് ഒരു ക്യാമറയായിട്ട് അന്ന് എനിക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നു, YBX യമഹ. നല്ല മഴയായിരുന്നു. പോയി ഓരോരോ സ്ഥലം ക്ലിക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്ന് അത് ചെറിയ സൈസാക്കും. ഈ കുഞ്ഞു സൈസായിട്ട് പ്രിൻ്റ് എടുത്ത് അതിനെ മുറിച്ച് സ്ക്രീൻ പ്ലേയുടെ ഒരു സൈഡ് മൊത്തവും ഈ ഇമേജസ് ഒട്ടിക്കും പാരലലി. ഇവിടെ ഡയലോഗ്സ് ആൻഡ് സൗണ്ട് എല്ലാം എഴുതും. ഈ സൈഡിൽ ഇതുപോലെ ഒട്ടിക്കും. അങ്ങനെ ഏതാണ്ട് എത്ര സീനുണ്ട്, 92 ആണെന്നാണ് എൻ്റെ ഓർമ്മ.
92ഓളം സീൻ എഴുതി. ഒടുവിൽ പൂജ ഫിക്സ് ചെയ്തു മംഗളകരമായി. പക്ഷെ ആ ദിവസവും അവർ വന്നില്ല. വീണ്ടും പൂജയുടെ അന്ന് തന്നെ സ്വിച്ച് ഓൺ അന്ന് സ്വിച്ച് ഓഫായി. അങ്ങനെ ഇത് വീണ്ടും പോയി. വീണ്ടും ഇതുമായി കുറേ ഫിലിം ഫെസ്റ്റിവൽ, IFFK ഉണ്ടല്ലോ, ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള, ഇത് ബാഗിലിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ വെച്ച് കുറേ സുഹൃത്തുക്കളെ കണ്ടെത്തുകയും വളരെ പെട്ടെന്ന് തന്നെ അവർ സിനിമ തുടങ്ങാം എന്നുള്ളൊരു ധാരണയിൽ അവരുമായിട്ട് ഡിസ്കഷൻ തുടങ്ങി. അതിലൊരു ആക്ടർ ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ട്. അവനായിരുന്നു കുറച്ചുകൂടെ ഇനിഷ്യേറ്റീവ് എടുത്തത്. അവൻ അറിയാവുന്ന കുറേ ആൾക്കാരെ കൊണ്ടുപോയി എനിക്ക് കാണിച്ചു തന്നു. ഇൻഡസ്ട്രിയിലുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരെ, പേര് പറയുന്നില്ല കാരണം ശരിയാവില്ല. സോ അവരുടെ പ്രൊഡക്ഷൻ കമ്പനിയിൽ കൊണ്ടുപോയി അവരുടെ ഡിസ്കഷനിൽ അവരെ പേഴ്സണലി മീറ്റ് ചെയ്യിച്ചു. ഈ കഥയൊക്കെ ഞാൻ ഇതൊക്കെ കൊണ്ട് അവരെ കാണിച്ചിട്ടുണ്ട്. സോ അവര് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് നോക്കി, മുഴുവൻ നോക്കിയിട്ട് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഈ പ്രസന്റേഷനും കൊള്ളാം, പക്ഷെ എത്ര പേര് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ശ്രമിച്ചു നോക്കാം. അങ്ങനെ എഡിറ്റേഴ്സ്, സിനിമാറ്റോഗ്രാഫേഴ്സ്, ആക്ടേഴ്സ്, കുറേ പേരെ, സൗണ്ട് ടെക്നീഷ്യൻസിനെ അങ്ങനെയൊക്കെ മീറ്റ് ചെയ്തു. സോ അത് ഒരു വഴിക്ക് ചാലുവായിട്ട് നടന്നുകൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് എനിക്ക് തോന്നി ഒരു പാട്ട് ഇതിൻ്റെ അകത്ത് വെക്കാം. ഒറ്റ പാട്ട് വെച്ച് ഞാൻ പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ, ഒരു പാട്ട്. ആ പാട്ട് ആദ്യം റെക്കോർഡ് ചെയ്ത് നോക്കാം, എന്നിട്ട് അത് വെച്ച് പിച്ച് ചെയ്യാം. അന്ന് ഈ പിച്ചിങ് എന്നുള്ള വാർത്ത പോലും അറിയില്ല. അത് വെച്ച് തമിഴിൻ്റെ എവിടെയെങ്കിലും പിച്ച് ചെയ്യാം. അപ്പൊ ഈ മ്യൂസിക് കമ്പോസർ കണ്ടെത്തുന്നത് അങ്ങനെ ആരും അറിയില്ലല്ലോ. പക്ഷെ അതും വന്നു മുന്നിൽ വീണ പോലെ. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, നിതിൻ രാജ് എന്നായിരുന്നു. ഞാനിവിടെ SMBയിൽ പഠിച്ചപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവനാണ്. അവനെ വളരെ വളരെ യാദർച്ഛ്യം എന്ന് തന്നെ പറയാം. അവനെ കാണാറുണ്ട്, പക്ഷെ എൻ്റെ മനസ്സിൽ അവനൊരു മ്യൂസിഷ്യൻ ആണെന്നുള്ള അറിവുമില്ല. ഞാനൊരു എഴുത്തില് അല്ലെങ്കിൽ സിനിമയിലാണ് ശ്രമിക്കുന്നത് അവനും അറിയില്ല. പക്ഷെ ഒരിക്കൽ തിരുവനന്തപുരത്തിന്റെ സ്റ്റാച്യൂല് വെച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അവൻ വന്ന് സംസാരിക്കുന്നു വളരെ റാൻഡമായിട്ട്. ഞാൻ ഈ കാര്യം പറയുന്നു. അപ്പോൾ അവൻ നല്ലയാ തുടങ്ങാമെന്ന് പറഞ്ഞു, നമുക്ക് മ്യൂസിക് ചെയ്യാം, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അവനെ എത്ര പെട്ടെന്ന് കൊള്ളാമല്ലോ. അങ്ങനെ ദ വെരി നെക്സ്റ്റ് ഡേ അവൻ അറിയാവുന്നൊരു വീട്ടിൽ ഹോം സ്റ്റുഡിയോ ഉണ്ട് ആനേറ. അപ്പം അവൻ എന്നെയും കൊണ്ടുപോവാണ് അവൻ്റെ വണ്ടിയിൽ. ഞാൻ ഇതെന്താണ് പെട്ടെന്ന് ഇതൊക്കെ നടക്കുന്നല്ലോ എന്ന് ഒരു ധാരണയിൽ പോകുന്നു. ഞാൻ തന്നെ ഒരു ഡമ്മി ലിറിക്സ് ഒക്കെ എഴുതി പോകുന്നു. ഞാൻ അവൻ കമ്പോസ് ചെയ്യുന്നു പാട്ട്. കമ്പോസ് ചെയ്യുന്നത് മാത്രമല്ല, അടുത്ത സ്റ്റേജ് അവൻ ചെയ്തതെന്തെന്ന് വെച്ചാൽ, അവൻ ചെന്നൈയിലാണ് പഠിച്ചത് മ്യൂസിക്, ഇത് സൗണ്ട് ഡിസൈനിങ്, SI എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. സോ അവൻ പറഞ്ഞു നമുക്ക് അവിടെയുള്ള പ്രോഗ്രാമേഴ്സിനെയൊക്കെ വിളിക്കാം, അവിടെ ഞാനിപ്പോൾ സംസാരിക്കാൻ പറഞ്ഞിട്ട് വിത്തിൻ ഒരു 3 ഡേയ്സിനകത്ത് അവൻ അവിടെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് എനിക്ക് മെയിലൊക്കെ അയക്കാൻ പറഞ്ഞു. അതായത് ഇത്ര പാക്കേജിന് നമുക്ക് ഫിലിം മ്യൂസിക് കമ്പോസിങ് എല്ലാം ചെയ്തു തരാം. അന്ന് തന്നെ അവൻ പുറത്ത് മിക്സ് ചെയ്യാൻ, ഫൈനൽ മിക്സ്, അതായത് ഓസ്ട്രേലിയ സിഡ്നിയിൽ മിക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നൊക്കെ മെയിൽ അയച്ചു. ഞാൻ പറഞ്ഞത് കൊള്ളാം. അതിനുശേഷം ഇന്നിപ്പോൾ പുറത്ത് മിക്സ് ചെയ്യുന്ന ഭയങ്കര ആക്റ്റീവ്. പക്ഷെ അന്ന് എനിക്കറിയില്ലല്ലോ. സോ ഇവൻ കോൺടാക്ട് ചെയ്തു വന്നു. സത്യം ഓഡിയോസ് അല്ല, തിങ് മ്യൂസിക്, അവർ പാട്ട് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. ലിറിക്സ് ഇഷ്ടപ്പെട്ടു, മ്യൂസിക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവർ സമ്മതിക്കുന്നു. അവരാദ്യം തന്നെ പാട്ടിന് 1 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. അത് കൂടുതലില്ല, ബിക്കോസ് ഡെബ്യൂ സോങ് അല്ലേ, ഡെബ്യൂ ഫിലിം. 1 ലക്ഷം രൂപ തരാം. പിന്നത്തെ ഓഫർ മ്യൂസിക്കിന്റെ ലോഞ്ച്, ഓഡിയോ ലോഞ്ച് അവരുടെ ഹോൾ സെറ്റപ്പിൽ അവർ നടത്തി തരും. അവർ ഗസ്റ്റിനെ വിളിക്കും, അവർ തന്നെ തിയേറ്റർ അറേഞ്ച് ചെയ്യും. ബിക്കോസ് അവർക്ക് തിയേറ്റർ ഉണ്ട്, സത്യം സിനിമാസ്. നിങ്ങൾ ഒരു ചെലവും ചെയ്യണ്ട, ദേ വിൽ ഡു എവറിത്തിങ്. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പോകും. അങ്ങനെ അവർ സമ്മതിക്കുന്നു. ഫൈനൽ മിക്സിന് പോകാം എന്നുള്ള പ്ലാനിൽ പോകുന്നു. പാട്ടൊക്കെ അവൻ തന്നെ പാടി, നല്ല സിംഗറും കൂടെ. അങ്ങനെ അത് നടന്നുകൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നു. അവൻ അപ്പോൾ ആ മിക്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി, റെക്കോർഡിങ്ങിന്റെ. ഞാൻ വീണ്ടും ഈ ലൊക്കേഷൻസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി നേരത്തെ പറഞ്ഞ പുതിയ കൂട്ടാണല്ലോ, അവരുമായിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെ അവരും ഞാൻ പോയ അതേ വഴിയിൽ കാറിൽ ഇത്തവണ പോയി. കാറിൽ ഇതേ വഴിയിൽ കൂടെ പോയി. അന്നെടുത്ത കുറേ പടങ്ങളിലുണ്ട്. അങ്ങനെ അവരുമായിട്ടും കൂടെ യാത്ര ചെയ്തു. അവരും ഭയങ്കര ഇംപ്രസ്ഡ് ആയിരുന്നു.
അവർ മാർക്കറ്റിംഗ് സൈഡും ബാക്കിയുള്ള സൈഡും ഒക്കെ പ്ലാൻ ചെയ്യാം. അപ്പം ഇതിൽ ഞാൻ ക്യാമറ ചെയ്യണമെന്നുള്ള പ്ലാൻ ഇല്ലായിരുന്നു. അപ്പോൾ ആ സുഹൃത്ത്, അതിൻ്റെ അകത്തുള്ള സുഹൃത്തിനെ കൊണ്ട് ക്യാമറ ചെയ്യിക്കാം എന്നുള്ള പ്ലാനായിരുന്നു. എന്നിട്ട് അവൻ്റെ അടുത്ത് കൊടുത്തു കുറേ ഐഡിയാസ്. അപ്പോൾ അവൻ അതിൻ്റെ ബാക്കിൽ ഷോർട്സ് ഒക്കെ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെൻസിങ് ഒക്കെ അവൻ കുറച്ചുകൂടെ എഴുതി. ഞാൻ പറഞ്ഞു കൊള്ളാം. അപ്പോൾ ഞാൻ കുറച്ച് ഐഡിയ കൊടുക്കും, അവനും എഴുതും. മാർക്കറ്റിംഗ് നോക്കാൻ ഒരാൾ, ആർട്ട് നോക്കാൻ ഒരാൾ. പിന്നെ ഫസ്റ്റ് റോള് ഒരു ക്യാരക്ടർ ഞാൻ കൊടുത്തത് ഈ നേരത്തെ പറഞ്ഞ സുഹൃത്താണ്, ആക്ടർ. അവനിപ്പോൾ സിനിമയിൽ ആക്റ്റീവാണ്, ലൈവായിട്ട് നിൽക്കുന്ന ഒരു ആക്ടറാണ്. ശരിക്കും അവനോടുള്ളൊരു താങ്ക്സും കൂടെ, വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡും കൂടെ പറയാനുണ്ട്. അവനിപ്പോൾ സിനിമയിലൊക്കെ ലൈവായിട്ട് നിൽക്കുന്നുണ്ട്. വാഴയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളൊരു ആക്ടറാണ്, ജിബി എന്ന് പറയും. അവനാണ് ശരിക്കും നല്ല രീതിയിൽ ഇതിനു വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തും എന്നെ കുറേ കാലത്തേക്ക് തെറ്റിപ്പോറ്റിയതൊക്കെ അവനാണ്, അവനും അവൻ്റെ സഹധർമ്മിണിയും. സോ അങ്ങനെ പിന്നെ ഒരാളും കൂടെ ഉണ്ട്. അദ്ദേഹമാണ് എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിമിൻ്റെ പ്രൊഡ്യൂസർ, ഗോപൻ എന്ന് പറയും, ഗോപൻ സാർ. ഇവർ രണ്ടുപേരും ഭയങ്കര നല്ല രീതിയിൽ കൂടെ നിന്നു. ഇതിനിടയിൽ ഒരു കാര്യം അറിയുന്നു, ഫേസ്ബുക്കിലൂടെയാണ് അറിയുന്നത്. നേരത്തെ പറഞ്ഞില്ല, മിഥുൻ രാജ്, എൻ്റെ കമ്പോസർ, അവൻ രാത്രി മരിച്ചു. കിളി മാത്രമല്ല, കിളി കൂടെ തകർന്നു. ഞാൻ മൊത്തം ബ്ലണ്ടായി. അവൻ തലേ ദിവസം മരിച്ചു. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ നോക്കുന്നത്. അറിയാവുന്നവരോടൊക്കെ ചെക്ക് ചെയ്തു. എൻ്റെ വീട് അറിയാം, മാതൃഭൂമി റോഡിൻ്റെ അവിടെ. ചെന്ന് നോക്കിയപ്പോൾ ശരിയാണ്. എൻ്റെ കാരണങ്ങളോ അതിൻ്റെ കാര്യത്തിലൊന്നും ഞാൻ പോകുന്നില്ല. ബട്ട് അങ്ങനെ അവൻ മരിച്ചു. അതോടുകൂടി സിനിമയുടെ താളം തെറ്റിയെന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥയിലായി. അപ്പോൾ മൊത്തത്തിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യണം, ടോട്ടൽ ഒരു ബ്ലാക്ക് ആയി. പക്ഷെ പിന്നെയും ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറയും പോലെ വീണ്ടും പോയി. അങ്ങനെ അടുത്ത ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നു. ഇതിന് അടുത്തടുത്ത് തന്നെ ചീട്ട് കൊട്ടാരങ്ങളൊക്കെ വീഴാൻ തുടങ്ങി. വെരി നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഈ നേരത്തെ കൂടെ നിന്ന ഒരു പറ്റം സുഹൃത്തുക്കളുണ്ടല്ലോ, ഒരു രാത്രി കൊണ്ട് ഇങ്ങനെ ഈ പ്രോജക്റ്റ്, ഈ സിനിമ കഴിഞ്ഞിട്ട് വേറൊരു സിനിമയ്ക്ക് പോയി. വീണ്ടും ഒരു അടിയുണ്ട്. എന്ത് ചെയ്യണം ഒരു പിടിയില്ല. അങ്ങനെ അന്ന് ഈ തിരക്കഥ മടക്കി വെച്ചതാണ്. പക്ഷെ ഒരിക്കലും കരുതിയില്ല എങ്ങനൊരു കഥ പറയാനായിട്ടാണിത് കാത്തു വെച്ചിരുന്നതാണ്. ഇതൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ പ്രസന്റ് ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. സോ അതാണ് ഞാൻ എഴുതിയത്. ഇതൊരു അൺറിലീസ്ഡ് ആയിട്ടുള്ള എൻ്റെ സിനിമയാണ്, അല്ലെങ്കിൽ എന്താണ് അൺപ്രൊഡ്യൂസ്ഡ് സിനിമ, വാട്ടെവർ എന്ത് വേണമെങ്കിൽ വിളിക്കാം. ബട്ട് സ്റ്റിൽ ഇതൊരിക്കലും ഒരു ദുഃഖച്ചായവും ഒന്നുമില്ല. ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാതിരിക്കുന്നതാണ് നല്ലത്. സംഭവിച്ചിരുന്നുണ്ടെങ്കിൽ, ഈ സിനിമ സംഭവിച്ചിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ തന്നെ ഉണ്ടാവില്ല. അത്രയ്ക്ക് ഡിസാസ്റ്റർ ആയിരുന്നു എൻ്റെ മെൻ്റലി, ഇമോഷണലി. സോ ചിലതൊക്കെ സംഭവിക്കാതിരിക്കുന്നത് നല്ലതാണ്. സോ ഇതെൻ്റെ സിനിമാ കഥയാണ്. ഇനിയും ഇതിനെപ്പറ്റി ഒരുപാട് പറയാനുണ്ട് വേണമെങ്കിൽ. ബട്ട് ഹാപ്പി എൻഡിങ്. സോ ഇത് പത്മേള സിനിമയാണ്, തിരക്കഥ. ഓക്കെ, വീണ്ടും കാണാം. പത്മ.